മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ നിർമ്മിക്കുകയാണ്. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നൽകിയതാണ്. അതായത് ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലിനെ കുറിച്ച്. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും ലൈറ്റ് മിസൈൽ എന്ന് പറയുന്ന മിസൈൽ. ഇതിന് പുറമെയാണ് ഇപ്പം മൂന്നാമത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത ഏറെ പ്രത്യേകതയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ നിർമ്മിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ധാരാളം വാർത്തകൾ ഈ അടുത്ത സമയത്ത് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം വന്നത് ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഒരു മിസൈൽ, അതായത് ബൂസ്റ്ററുകളുടെ സഹായത്തോടുകൂടി ഈ ഹൈപ്പർസോണിക് മിസൈൽ ഗ്ലൈഡ് വെഹിക്കിൾ ആകാശത്തേക്ക് ഉയർന്ന് പിന്നെ അവിടുന്ന് അത് ഒഴുകി താഴേക്ക് വരുന്ന അതാണ് ഗ്ലൈഡ് വെഹിക്കിൾ. രണ്ടാമത്തേത് നമ്മൾ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. അതിന് പേര് വരെ ഇട്ടിട്ടുണ്ട്, ധ്വനി എന്ന്. അത് സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത, ഇന്ത്യ ലോകത്തിൽ ഇതുവരെ ഒരു രാജ്യവും നിർമ്മിച്ചിട്ടില്ലാത്ത ഡ്യുവൽ കമ്പസ്റ്റൻ റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഉടൻ തന്നെ നിർമ്മിക്കും എന്നാണ്. അതിൻ്റെ ടെക്നോളജിയൊക്കെ നമ്മൾ പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് തൽക്കാലം പേരൊന്നും ഇട്ടിട്ടില്ല. അതിന് പറയുന്നത് എയർ ലോഞ്ച്ഡ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നാണ്. ഇത് കരയിൽ നിന്നും വിക്ഷേപിക്കുന്ന തരത്തിലല്ല ആദ്യം തന്നെ നിർമ്മിക്കുന്നത്, വിമാനത്തിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഒരു മിസൈൽ എന്ന രീതിയിലാണ്. ഇതിന് 1500 കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അതായത് മുഴുവൻ പാകിസ്ഥാനും ചൈനയുടെ ടിബറ്റൻ പീഠഭൂമിയും ഈ മിസൈലിന്റെ പരിധിക്കുള്ളിലായിരിക്കും. ഇതൊരു Su-30 MKI യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ചിട്ടാണ് വിക്ഷേപിക്കുന്നത്. ഒരു സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്നുള്ള രീതിയിൽ വളരെ ദൂരത്ത് നിന്ന് വിക്ഷേപിക്കുന്ന ഈ മിസൈല് ഒരു കാരണവശാലും ഇത് വഹിക്കുന്ന ഒരു Su-30 ആക്രമിക്കാൻ പറ്റിയ ഒരു എയർ ടു എയർ മിസൈൽ, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. കാരണം പരമാവധി ഒരു 300 കിലോമീറ്റർ 400 കിലോമീറ്റർ ആണ്. ചൈനയുടെ PL-15 ഒക്കെ വെറും 300 കിലോമീറ്റർ ദൂരപരിധിയാണ്. ഇന്ത്യ ഇപ്പോൾ വാങ്ങിക്കാൻ പോകുന്ന, റഷ്യയിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്ന R-37 400 കിലോമീറ്ററോളം ദൂരപരിധി ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ 1500 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് മിസൈൽ വിക്ഷേപിക്കുന്ന അത്രയും റേഞ്ച് ഉള്ള ഒരു മിസൈല് ലോകം തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇന്ത്യ ഒരു അജയ്യ ശക്തിയായിട്ട് മാറുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ത്യക്ക് നേരെ മറ്റൊരു പ്രതീക്ഷയും ഇല്ല യുദ്ധത്തിൽ. ആ ഒരു രീതിയിലേക്ക് യുദ്ധത്തിൻ്റെ ഡൈനമിക്സിനെ, അല്ലെങ്കിൽ ദക്ഷിണേഷ്യയുടെ ശാക്തിക സമതുലിത അവസ്ഥയെ മാറ്റിമറിക്കുന്ന ഒരു മിസൈലായിരിക്കും ഇത്. ഇതിൻ്റെ ഒരു ടെക്നോളജി, ഇത് ഒരേ സമയം റാംജെറ്റും സ്ക്രാംജെറ്റും കൂടി കൂട്ടിച്ചേർത്തിട്ടാണിത്. അതിനാണ് ഈ ഡുവൽ റാംജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഈ സ്ക്രാംജെറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർസോണിക് റാംജെറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഒരു റാംജെറ്റിന്റെ ഒരു വകഭേദം തന്നെയാണ് സ്ക്രാംജെറ്റ്. അങ്ങനെയുള്ള രണ്ട് റാംജെറ്റുകൾ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിൻ, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള കമ്പസ്റ്റൻ നടക്കുന്ന ഒരു കമ്പസ്റ്റൻ ചേമ്പറുകളുള്ള ഒരു എഞ്ചിനായിരിക്കും ഈ മിസൈലിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കുറഞ്ഞ ഹൈപ്പർസോണിക് വേഗതയിൽ, അതായത് ഒരു മാക്ക് 5, 6 ഒക്കെയുള്ള ഒരു വേഗതയിൽ പോകുമ്പോൾ ഇതിൽ റാംജെറ്റ് എന്ന രീതിയിലായിരിക്കും അവിടെ കമ്പസ്റ്റൻ നടക്കുക. അതേസമയം ഉയർന്ന ഹൈപ്പർസോണിക് സ്പീഡ് എടുക്കുമ്പോൾ, അതായത് ഒരു മാക്ക് 8 എന്നൊക്കെയുള്ള ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ, അതായത് മണിക്കൂറിൽ ഒരു 9800 10000 കിലോമീറ്റർ വേഗതയിലൊക്കെ എത്തുമ്പോഴേക്കും സ്ക്രാംജെറ്റ് കമ്പസ്റ്റൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. അതായത് കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് പ്രവേശിക്കുന്ന ഓക്സിജൻ അല്ലെ വായു അത് ഹൈപ്പർസോണിക് വേഗതയിലായിരിക്കും. ആദ്യത്തെ റാംജെറ്റിന്റെ കേസിൽ അവിടെ അത് സബ്സോണിക് വേഗതയിലായിരിക്കും. അകത്തോട്ട് കയറുന്ന വായുവിന്റെ വേഗത കുറച്ചിട്ടായിരിക്കും അതിലെ ഓക്സിജൻ ജ്വലനത്തിനായിട്ട്, കമ്പസ്റ്റനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് എന്തിനാണ് ഇങ്ങനെ രണ്ട് തരത്തിൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്? അതിന്റെ കാരണം കൂടെ ഞാൻ പറയാം. അതായത് ഈ എഞ്ചിൻ വിക്ഷേപിച്ച് കഴിയുമ്പോൾ അത് തുടക്കത്തിൽ ഈ കുറഞ്ഞ ഹൈപ്പർസോണിക് വേഗത എന്ന് പറയുന്നത് അതിഭീകര വേഗതയാണ്. അതിലെ ഹൈപ്പർസോണിക്കിലെ കൂടിയ വേഗതയല്ല, കുറഞ്ഞ വേഗതയിലായിരിക്കും തുടക്കത്തിൽ ഈ മിസൈൽ പായുന്നത്. അപ്പോൾ റാംജെറ്റ് കമ്പസ്റ്റൻ ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ
ഈ മിസൈലിന് കൂടുതൽ നിയന്ത്രണമുണ്ട്. അല്ലെങ്കിൽ സ്ക്രാംജെറ്റ് ഉപയോഗിക്കുമ്പോൾ മിസൈലിന്റെ നിയന്ത്രണത്തിന്, അതായത് വളരെ കൃത്യതയ്ക്ക് ചെറിയ വ്യത്യാസമൊക്കെ വരും. നേരെ മറിച്ച് കൃത്യത പരിപൂർണമായിട്ട് പാലിക്കാൻ റാംജെറ്റിന് കഴിയും. അപ്പോൾ അതാണ് ആദ്യഘട്ടത്തിൽ മിസൈൽ ലോഞ്ച് ചെയ്ത് വിമാനത്തിൽ നിന്നും വിക്ഷേപിച്ച് കഴിയുമ്പോൾ റാംജെറ്റ് കമ്പസ്റ്റൻ ആയിരിക്കും നടക്കുന്നത്. അതിനുശേഷം അത് ഓഫാവുകയും പിന്നീട് ഇത് സ്ക്രാംജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അവസാന ഘട്ടം എത്തുമ്പോൾ അതിവേഗതയിലായിരിക്കും ഈ മിസൈൽ കുതിച്ചു പോയത്. അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കും തോറും ഇതിൻ്റെ വേഗത 10 മടങ്ങ് വർദ്ധിക്കും. അതൊരു കാര്യം. അതായത് ലക്ഷ്യസ്ഥാനത്ത് വെച്ച് ഇതിനെ ഒരിക്കലും തടയാൻ പറ്റില്ല. ആൻറ്റി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഈ മിസൈലിനെ ലക്ഷ്യസ്ഥാനത്ത് വെച്ച് തടയാൻ പറ്റില്ല. പിന്നെ മാത്രവുമല്ല, ഇതൊരു ദീർഘദൂര മിസൈലാണ്. അപ്പോൾ പരമാവധി ഇതിൻ്റെ ഫ്യൂവൽ, ഇതിൻ്റെ ഇന്ധനം കുറയ്ക്കണം, ഉപയോഗം കുറയ്ക്കണം. അതായത് നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മൈലേജ് കൂട്ടണം. നമ്മളിപ്പോൾ കാറിൻ്റെ മൈലേജ് കൂട്ടുക എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു എൻജിൻ ആദ്യം റാംജെറ്റ് ഉപയോഗിക്കുന്നു, അത് പിന്നെ ഓഫായിട്ട് സ്ക്രാംജെറ്റിലോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ക്രാംജെറ്റിന് കൂടുതൽ പിന്നെ ഇന്ധനം ആവശ്യമുണ്ട്, റാംജെറ്റിന് അത്രയും ഇന്ധനം ആവശ്യമില്ല. അത് കാരണം ആദ്യം കുറച്ച് ഇന്ധനം ഉപയോഗിച്ച് ദീർഘദൂരം യാത്ര ചെയ്യും. അതിനുശേഷം പിന്നെ സ്ക്രാംജെറ്റ് രീതിയിലേക്ക് മാറുമ്പോഴേക്കും കൂടുതൽ ഇന്ധനം ഉപയോഗിക്കും. അപ്പോഴേക്കും ഇതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിയും. കൃത്യതയുടെ കാര്യത്തിൽ സാധാരണ നമ്മുടെ ആദ്യത്തെ ധ്വനിയെക്കാളിലും അതുപോലെ ഗ്ലൈഡ് വെഹിക്കിളിനെക്കാളിലും വളരെ അധികം കൃത്യതയുള്ളതായിരിക്കും. ഇത് വരുന്ന ഒരു ദശകത്തിൻ്റെ ആയുധമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതായത് 2030 ശേഷം വരുന്ന കാലഘട്ടത്തിൽ ഈ മിസൈലായിരിക്കും ലോകം ഭരിക്കാൻ പോകുന്നത്. ആ ടെക്നോളജി ഇന്ത്യ ആദ്യം തന്നെ കൈവശപ്പെടുത്തുകയാണ്. അതാണ് ഇതിൻ്റെ കാരണം. പലപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ റാംജെറ്റും സ്ക്രാംജെറ്റും ലോകത്തിലെ മറ്റു രാജ്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും മാത്രമേ ഉള്ളൂ ഇതുവരെ ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു സ്ക്രാംജെറ്റ് മിസൈൽ. അത് സിർക്കോൺ എന്ന് പറയുന്ന മിസൈലാണ്, സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ക്രൂയിസ് മിസൈൽ. ചൈനയ്ക്ക് ഗ്ലൈഡ് വെഹിക്കിളുണ്ട്. അമേരിക്കയും ഒരു പൂർണ്ണ രീതിയിലുള്ള ഒരു മിസൈൽ നിർമ്മിച്ചിട്ടില്ല, പരീക്ഷണങ്ങൾ നടത്തുന്നതേ ഉള്ളൂ. ഇന്ത്യയും പരീക്ഷണങ്ങൾ നടത്തുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സ്ക്രാംജെറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഒപ്പം തന്നെയാണ്. റാംജെറ്റിൻ്റെ കാര്യത്തിലും നമ്മൾ അതുപോലെ തന്നെ. പക്ഷേ ഈ വരാനിരിക്കുന്ന ഈ ഡ്യുവൽ കോമ്പിനേഷൻ റാംജെറ്റ് എഞ്ചിൻ വരുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മുന്നിലായിരിക്കും. അതായത് ഈ ടെക്നോളജി ആദ്യമായിട്ട് ഓപ്പറേഷണലൈസ് ചെയ്യാൻ പോകുന്നത് നമ്മളായിരിക്കും. അത് ഒരു വലിയ നേട്ടമാണ്. കാരണം ഇതുവരെ പ്രതിരോധ മേഖലയിൽ ഈ ഒരു നേട്ടം ഇന്ത്യക്ക് കൈവരിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു ദക്ഷിണേഷ്യയിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പാകിസ്ഥാന് മേൽ സമ്പൂർണ്ണാധിപത്യവും ചൈനയുടെ പല ഭാഗത്തും ചൈനയെ വിറപ്പിച്ചുകൊണ്ട് നമുക്ക് പിന്നെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഈ മിസൈൽ നമ്മൾക്ക് തരും. പാകിസ്ഥാൻ എന്ന രാജ്യം ഇത്തരം ആധുനിക ആയുധങ്ങൾ ഇന്ത്യയുടെ കൈവശം എത്തുന്നതോടുകൂടി അപ്രസക്തമാവുകയാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് ആകാശ യുദ്ധത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് സുരക്ഷിതമായ ദൂരത്ത് നിന്നുകൊണ്ട് ഇവ വിക്ഷേപിക്കാൻ കഴിയും. നമ്മുടെ വിമാനങ്ങൾ നഷ്ടപ്പെടാതെ അവർക്ക് നാശനഷ്ടം, ശത്രുവിന് നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഒരു സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്നുള്ള നിലയിൽ ഈ ആയുധത്തിന് അതീവ പ്രാധാന്യമാണുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.